കുറച്ച് ദിവസങ്ങളായിട്ട് വീട്ടിലാണ്. അപ്പൊ പുറത്തെ പരിപാടിക്കൊന്നും പോയിട്ട് ലാസ്റ്റ് ഒരാഴ്ച ഒരു 5-10 ദിവസം മുമ്പ് പോയിട്ട് വന്നതാ. ഒന്ന് രണ്ട് സ്ഥലത്ത് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പോകാൻ പറ്റിയില്ല, വീട്ടിലൊന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം. അപ്പൊ അത് കാരണം വീട്ടിലുള്ള സമയത്ത് ചെറിയ പച്ചക്കറി കൃഷിയും കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. ഞാനൊരു മുരിങ്ങത്ത് ഒരു 6 പ്രാവശ്യം 7 പ്രാവശ്യമൊക്കെ ആയിട്ട് മുരിങ്ങയുടെ വിത്ത് തുറന്ന് പാവിയിട്ട് ഒന്നും കിട്ടിയില്ല എനിക്ക്. അത് മുളയ്ക്കണില്ല, വെള്ളം കൂടിയിട്ടാണോ പൊട്ട വിത്തായിട്ടാണോ അറിയില്ല. അപ്പൊ ഈ പ്രാവശ്യം പോത്തുണ്ടി ഡാമിൽ നമ്മുടെ സുഹൃത്ത് വിത്ത് കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പൊ അതെനിക്ക് ഒരു പാക്കറ്റ് മുരിങ്ങയുടെ വിത്ത് തന്നു. സായിട്ട് അതൊന്ന് കൊണ്ട് നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് 7 വിത്തുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ചാണകപ്പൊടി മണ്ണൊക്കെ ഇട്ട് പാവി 4-5 ദിവസം കഴിഞ്ഞപ്പോൾ മുളച്ചു. 2 തൈ നല്ല തൈ കിട്ടി എനിക്ക്. കുറെ തൈ കിട്ടാറില്ല. അപ്പൊ ഇത് കിട്ടിയപ്പോ അതിന് കുറച്ച് വളമൊക്കെ ഇട്ട് പുള്ളി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നിർത്തിയേക്കണം. അപ്പൊ ഒരു 5 ദിവസം പ്രായമായിട്ടുണ്ട്. ഒരു 5 ദിവസം പ്രായമായിട്ടുണ്ട്. ഇപ്പൊ 5 ദിവസം കഴിഞ്ഞാൽ അത് മര്യാദയ്ക്ക് വളർന്നു വരികയാണെങ്കിൽ നമുക്ക് 1-1.5 കൊല്ലം കൊണ്ട് എനിക്കതിന്റെ കായഫലങ്ങൾ കിട്ടി തുടങ്ങും. നിറയെ ഉണ്ടാവും. ഉണ്ടായി കഴിഞ്ഞാൽ മുരിങ്ങയുടെ തെയ്യ് കൊമ്പിന്റെ മാരില്ല. മുരിങ്ങ കൊമ്പ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിലൊക്കെ പോയിട്ട് കൊമ്പ് കുത്തി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ പോയിട്ട് കായുണ്ടാവും. ഒരു ചെറിയ ചെടി മുരിങ്ങയാണെങ്കിൽ അത് വിത്ത് വലുത് വരികയാണെങ്കിൽ ഒരു 1.5-2 മീറ്റർ ആകുമ്പോൾ തലക്കൊന്ന് ഇറക്കി വെട്ടി കൊടുത്താൽ അടിയിൽ നിന്ന് കൊമ്പും ചെല്ലി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മുരിങ്ങക്കായ ഉണ്ടാവും, കണ്ടമാനം മുരിങ്ങക്കായ ഉണ്ടാവും. അപ്പൊ എന്റെ ആവശ്യത്തിന് വീട്ടിലെ ആവശ്യത്തിന് വേറെ പുറമെ പോയി പൊട്ടിക്കാതെ തന്നെ നമ്മൾ 2 പ്രാവശ്യമായിട്ട് സീസണിൽ 2 പ്രാവശ്യമായിട്ട്. അപ്പൊ അതിന്റെ ഒരു പരീക്ഷണത്തിലാണ് കിട്ടുമോ കിട്ടിക്കഴിഞ്ഞാൽ നിൽക്കിന്റെ നല്ല വലിയ ഇതിന്റെ പൂവും കായൊക്കെ ഉണ്ടാവും. നല്ല വീഡിയോ ഞാൻ ഇതിലിടുന്നുണ്ട് കേട്ടാ. അപ്പോൾ